റൈറ്റ്. നമുക്ക് ഞാൻ പിയാസണിലൂടെ പോയിട്ട് വരാം. പിയാസണിൽ ഇപ്പോൾ സ്മൃതി പറഞ്ഞതാണ്, ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ, ഇടത് വലത് കക്ഷി ഭേദമന്യേ അതിനകത്തൊരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പ് തുടർച്ചയായിട്ട് നടന്നു. ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടു. അപ്പോൾ പിന്നിലേക്ക് പോകുമ്പോൾ പിടിക്കപ്പെട്ടതിലും നമ്മൾ സാധാരണ പറയുമല്ലോ, പിടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്നത്. അങ്ങനെയാണോ? കൊടിയ കുംഭകോണമാണോ? പണ്ട് പോലീസുകാർക്കിടയിൽ ഒരു കഥയുണ്ട്. അതായത് ജോലി ചെയ്യുമ്പോൾ ഈ സർവീസിനിടയിൽ ഒരു 2 വർഷമെങ്കിലും വാളയാർ ചെക്ക് പോസ്റ്റിൽ പണിയെടുക്കണമെന്ന്. കാരണം വാളയാർ ചെക്ക് പോസ്റ്റിൽ 2 വർഷം പണിയെടുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം പൈസയെ കിട്ടും. ഏതാണ്ട് അതുപോലെയാണ് ഈ ശബരിമലയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യമായാലും ഈ ദേവസ്വം ബോർഡിലേക്ക് വരുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമെടുത്താലും. ഏതായാലും ഈ നമ്മൾ വരുന്ന കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ തന്ത്രിയെ വിധേയപ്പെട്ട് നിൽക്കുക, തന്ത്രിയെ വിധേയപ്പെട്ട് നിന്ന് ശബരിമലയിൽ നിന്ന് പരമാവധി അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റുക, ഇതാണ് ശബരിമലയിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ശർക്കര വാങ്ങുമല്ലോ, ശർക്കര വാങ്ങുമ്പോൾ ശർക്കരയുടെ വിലയിൽ 1 രൂപ വ്യത്യാസം ഉണ്ടായാൽ ഏതാണ്ട് 50-60 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് വരിക. അപ്പോഴാണല്ലോ മറ്റേ തേങ്ങയുടെ ലേലം ചെയ്തതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരുന്നത്. 12 കോടി രൂപയ്ക്കും 9 കോടി രൂപയ്ക്കും ടെൻഡർ വന്നപ്പോൾ 9 കോടി രൂപയ്ക്കാണ് ടെൻഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഈ രീതിയിലാണ് ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങളും. അവിടെ ഒരു മാഫിയ സംഘം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മാഫിയ സംഘങ്ങളുടെ ഒരു നേതാവായി തന്ത്രി പ്രവർത്തിക്കുന്നു. ആ തന്ത്രിക്ക് വിധേയപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നു. തന്ത്രിക്ക് അപ്പുറത്ത് ആരുമില്ല. നമുക്ക് താഴമൺ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമേ ശബരിമലയിൽ തന്ത്രിയാവാൻ പറ്റൂ. അതൊരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ആരാണ് ഇവർക്ക് ഈ കുത്തക നൽകിയത്? യഥാർത്ഥത്തിൽ ഇതൊക്കെ പൊളിച്ചെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നൊരു രാജ്യമാണ്. മാത്രമല്ല, ഈ പൂജാവിധികൾ അറിയുന്നവർക്ക് പൂജാരിയാകാം. ഹിന്ദു വിശ്വാസികളായ പൂജാവിധികൾ അറിയുന്ന ആളുകൾക്ക് ആകാവുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ യോഗ്യരായ തന്ത്രിമാരെ കൊണ്ടുവരണമെന്ന്, ഈ താന്ത്രിക വിദ്യ അറിയുന്ന തന്ത്രിമാരെ കൊണ്ടുവന്ന് ശബരിമലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതായത് സ്ത്രീ വിഷയത്തിൽ ഉള്ള കേസുകൾ നേരിടുന്ന, ക്രിമിനൽ കേസുകൾ നേരിടുന്ന, സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന, ശബരിമലയിൽ ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ നിൽക്കുന്ന തന്ത്രിമാരാണ് ശബരിമല ഭരിക്കുന്നത്. എങ്ങനെയാണ് ഈ ശബരിമലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക? പണ്ട് 5000 പേരും 6000 പേരും ഒക്കെയാണ് ഒരു ദിവസം ശബരിമലയിൽ വന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ശബരിമലയിൽ വരുന്നത് ഓരോ ദിവസവും. അപ്പോൾ ആ നിലയിലേക്ക് ശബരിമല മാറുന്നു. ശബരിമലയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ സമ്പത്ത്, അളവില്ലാത്ത സമ്പത്ത്, അത്രയും വരുമാനമാണ്, അത്രയും പൈസ വരികയാണ്. അപ്പോൾ ഈ പൈസ കണ്ട് തന്നെയാണ് പലരും അവിടേക്ക് പോകുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയക്കാരായാലും. അപ്പോൾ ഈ ശബരിമലയിലെ ഈ പണം കണ്ട് പോകുന്ന ആളുകളെല്ലാം എങ്ങനെ അടിച്ചു മാറ്റാം, ഇതാണ് പലരുടെയും ലക്ഷ്യം. ഈ പല ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ശബരിമലയിലെ ഈ കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്, ചില ഈ ജീവനക്കാരെ പിടിക്കുമ്പോൾ 10-20 ലക്ഷമൊക്കെയാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. അവരിങ്ങനെ പല ശരീരത്തിലൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ പല കഥകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത്. അതായത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശബരിമലയിൽ കൊണ്ടുവരുന്നു, വലിയ സ്വർണ്ണ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു കൊടിമരം മാറ്റാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദേവപ്രശ്നം വയ്ക്കുന്നു. അത് ആ കൊടിമരം മാറ്റുന്നു. ആ കൊടിമരത്തിലെ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടാകാം, അതൊക്കെ പുറത്തു വരണം. പക്ഷേ കൊടിമരം മാറ്റി, ഒരു കാര്യവുമില്ലാതെ കൊടിമരം മാറ്റി. അവിടെ 18-ാം പടിയിൽ സ്വർണം മാറ്റി. ആ സ്വർണം ഉരുക്കി എത്ര പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ശബരിമലയിലുള്ള ആരൊക്കെ സംഭാവന ചെയ്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ആരൊക്കെയോ ശബരിമലയിൽ ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട്. ആ സ്വർണ്ണമൊക്കെ ഉരുക്കി അവിടെ ഈ ദേവന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതിൽ ഈ ഒരു വലിയ സംഘം എല്ലാം തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എത്രയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് കണ്ടെത്തണം. നോക്കി, ഈ അജയ് തറയിൽ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗമായിരുന്നു. ഈ ഒരു അംഗം എന്നുള്ള നിലയിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ? അതായത് ഒരു രേഖയുമില്ലാതെ, താന്ത്രിക വിദ്യയിൽ പറയാത്ത കാര്യം ഒന്നും അറിയാതെ തന്ത്രിക്ക് അവിടുത്തെ ഈ വാജിവാഹനം എടുത്തങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അനുമതി, അന്നത്തെ പ്രസിഡൻ്റായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇവരൊക്കെ ഇതങ്ങ് കൊടുക്കുകയാണ്. ഈ രീതിയിലാണ് തന്ത്രി ഇവരങ്ങ് ഒരു ദേവന് തുല്യമാക്കി കാണുകയാണ്. അപ്പോൾ അത്രയും ഒരു ക്രിമിനലായ ഒരു തന്ത്രി ആണ് ശബരിമല ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും ആളുകളത് വിശ്വസിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തട്ടിപ്പും ശബരിമലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു, ഈ 50 വർഷം മുൻപ് വരെ അന്വേഷണം കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഇപ്പോൾ നടത്തിയ സ്വർണ്ണക്കൊള്ള അല്ലാതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ
ഈ UDF ഭരിക്കുന്ന കാലത്താണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. ഇപ്പോൾ നടന്നിരിക്കുന്ന വലിയ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കമുണ്ടായിരിക്കുന്ന വിത്ത് പാകിയിരിക്കുന്ന UDF ഭരണകാലത്താണ്. ഈ UDF ഭരണകാലത്ത് വന്ന ആ ഒരു പാളിച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പടർന്ന് പന്തലിച്ച് വലിയൊരു തട്ടിപ്പായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇനി എന്തൊക്കെ പോയിട്ടുണ്ട് എന്നത് നമുക്ക് വരും ദിവസങ്ങൾ അറിയാം. ഏതായാലും പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികളാണ് ശബരിമലയിൽ നിന്ന് വരുന്നത്. Meet the editors.